നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന ചാപ്റ്ററിലെ ഒരു ക്വിക്ക് റിവിഷൻ ആണ്. ഈ ചാപ്റ്ററിലെ എല്ലാ സെക്ഷനും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്വിക്ക് റിവിഷൻ, അതായത് മെയിൻ പോയിൻറ്റ്സുകൾ മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ നോക്കാം, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ അപവർത്തനം. എന്താണ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ആ ലൈറ്റ് റേയുടെ പാത്തിന് അവിടെ ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്, ഒരു വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. അതിനാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ലൈറ്റ് വന്ന് വീഴുന്നത് ചെരിഞ്ഞുമായിരിക്കണം, ഒബ്ലിക്ലി ആയിട്ട് ഒരു ലൈറ്റ് റേ ഒരു മീഡിയത്തിൽ നിന്നും, പ്രധാനമായിട്ടും ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയം നമ്മൾ കൺസിഡർ ചെയ്യാം. അതായത് സുതാര്യമായിട്ടുള്ള ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ചെരിഞ്ഞു വന്ന് വീഴുവാണെന്നുണ്ടെങ്കിൽ ആ ലൈറ്റിൻ്റെ പാത്തിന് ഒരു ഡീവിയേഷൻ സംഭവിക്കും, ഒരു വ്യതിയാനം സംഭവിക്കും. അതിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്ററിങ് ഒബ്ലിക്ലി ഫ്രം വൺ ട്രാൻസ്പെറൻറ്റ് മീഡിയം ടു അനദർ, ഇറ്റ്സ് പാത്ത് അണ്ടർഗോസ് എ ഡീവിയേഷൻ അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ. ആ സർഫസ് ഓഫ് സെപ്പറേഷനിൽ വെച്ചിട്ട് അതിൻ്റെ പാത്തിനൊരു ഡീവിയേഷൻ സംഭവിക്കുന്നു, ഒരു വ്യതിയാനം സംഭവിക്കുന്നു. അതിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്, പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന് പറയുന്നത്. അതായത് ഇതൊരു മീഡിയമാണ്, ഇതൊരു ഫസ്റ്റ് മീഡിയം കൺസിഡർ ചെയ്യുക, ദെൻ ഇതൊരു ഫസ്റ്റ് മീഡിയം, ഇതൊരു സെക്കൻഡ് മീഡിയമായിട്ട് കൺസിഡർ ചെയ്യുക. ഇതാണ് അതിൻ്റെ സർഫസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു സർഫസ്. അപ്പം ഒരു ലൈറ്റ് റേ ഇങ്ങനെ വന്ന് വീഴുവാണ്, ഇവിടെ വന്ന് വീഴുന്നു. ഇങ്ങനെ വന്ന് വീഴുന്ന ലൈറ്റ് റേക്ക് എന്താണ് പറയുന്നത്? ഇൻസിഡൻറ്റ് റേ എന്ന് പറയും. അതായത് പതനരശ്മി എന്ന് പറയും, ഇൻസിഡൻറ്റ് റേ ആണ്. അപ്പോൾ അത് വന്ന് വീഴുന്ന ആ പോയിന്റിൽ നിന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. ആ പെർപെൻഡിക്കുലറിനെ നമ്മൾ നോർമൽ എന്ന് പറയാറുണ്ട്. അപ്പം ആ നോർമലും ഈ ഇൻസിഡൻറ്റ് റേ അല്ലെങ്കിൽ പതനരശ്മിയും തമ്മിലുള്ള ആംഗിളിനെ പറയുന്നതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുമില്ലേ, പതന കോൺ എന്ന് പറയും. അപ്പോൾ ഇവിടെ വന്ന് വീണ് കഴിയുമ്പോൾ ഈ നോർമൽ ഇങ്ങനെ താഴോട്ടുണ്ട്, ഇവിടെ വന്ന് വീണ് കഴിയുമ്പോൾ ഈ റേ ഓഫ് ലൈറ്റ് സാധാരണയായിട്ട് എങ്ങനെയാണ് പോകുന്നത്? ഇങ്ങനെ നേരെ തന്നെ പോകണം. പക്ഷേ ഇവിടെ മീഡിയം ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതൊരു ഫസ്റ്റ് മീഡിയമാണ്, ഇത് വേറൊരു മീഡിയമാണ്. അപ്പം മീഡിയം ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ആ പാത്തിനൊരു ഡീവിയേഷൻ സംഭവിക്കും. അതിൻ്റെ പാത്തിന് ഡീവിയേഷൻ സംഭവിച്ച് അത് ഇങ്ങനെയായിരിക്കും പോകുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ആ പാത്തിനൊരു വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. ആ പാത്ത് ഇങ്ങനെയായിരുന്നു പോകേണ്ടിരുന്നത്, പക്ഷേ അതിൻ്റെ മീഡിയം ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പാത്തിനൊരു ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. അതിനാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ലൈറ്റിൻ്റെ സ്പീഡ് എല്ലായിടത്തും ഒരുപോലെയാണോ? അല്ലല്ലോ. ഓരോ മീഡിയം ചേഞ്ച് ചെയ്യുമ്പോഴും ലൈറ്റിൻ്റെ സ്പീഡിന് വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. അതായത് എയറിലുള്ള സ്പീഡ് ആയിരിക്കില്ല വാട്ടറിലുള്ളത്, അല്ലെങ്കിൽ മറ്റ് മീഡിയത്തിലുള്ള ലൈറ്റിൻ്റെ സ്പീഡും വ്യത്യാസപ്പെട്ടിരിക്കും. ആ സ്പീഡിൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ടാണ്, അതായത് ഓരോ മീഡിയത്തിലേക്കും കടക്കുമ്പോൾ ലൈറ്റിൻ്റെ സ്പീഡിന് വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. ആ വ്യത്യാസം അനുസരിച്ചിട്ടാണ് ഇവിടെ ഉണ്ടാകുന്ന ഈ ഡീവിയേഷൻ്റെ കാരണം. മനസ്സിലായല്ലോ? അപ്പോൾ ലൈറ്റിൻ്റെ സ്പീഡിനെ അല്ലെങ്കിൽ ആ പ്രകാശത്തിൻ്റെ വേഗതയെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു മീഡിയത്തിൻ്റെ കഴിവിനെ നമ്മൾ പറയുന്നതാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്, പ്രകാശിക സാന്ദ്രത എന്ന് പറയും. ഏതാണോ മീഡിയം, ആ മീഡിയത്തിൽ കൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ആ ലൈറ്റിൻ്റെ സ്പീഡിന് അവിടെ വേരിയേഷൻ ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു. ആ വേരിയേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ആ മീഡിയത്തിൻ്റെ ഒരു എബിലിറ്റി, ആ കഴിവിനാണ് നമ്മൾ പറയുന്നത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഒരു ഫസ്റ്റ് മീഡിയത്തിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആയിരിക്കില്ല ഈ സെക്കൻഡ് മീഡിയത്തിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ വേരിയേഷൻ മൂലമാണ് ഇവിടെ ഡീവിയേഷൻ സംഭവിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം ലൈറ്റിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈറ്റിൻ്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമാണ് അതിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മൂലമാണ് ഇവിടെ ആ ഡീവിയേഷൻ സംഭവിക്കാൻ കാരണം. അപ്പോൾ ഈ ലൈറ്റിൻ്റെ സ്പീഡും അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അതായത് അത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷനിലാണ്. അത് ഓർത്തിരിക്കുക. സ്പീഡ് ഓഫ് ലൈറ്റും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും തമ്മിൽ ഉള്ള റിലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ, വിപരീത അനുപാതത്തിലാണ്. അതായത് ലൈറ്റിൻ്റെ സ്പീഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡെൻസിറ്റി, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറയും. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ, വിപരീത അനുപാതത്തിലാണ്. അത് ഓർത്തിരിക്കുക. സ്പീഡ് ഓഫ് ലൈറ്റും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും ഇൻവേഴ്സ്ലി പ്രപ്പോർഷനിലാണ്. അതായത് സ്പീഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ, സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡെൻസിറ്റി, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറയും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അവിടെ കുറയുമായിരിക്കും ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറയും.
ക്ലിയർ ആയല്ലോ? സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുവാണെന്നുണ്ടെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അവിടെ കുറയും. ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ, വിപരീത അനുപാതത്തിലാണ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട്. അതായത് ഇപ്പം ചില മീഡിയത്തിന് സ്പീഡ് തന്നിരിക്കും, ലൈറ്റിൻ്റെ സ്പീഡ് തന്നിരിക്കും. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എഴുതാൻ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ ഇൻക്രീസിങ് ഓർഡറോ അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിലൊക്കെ എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നോക്കുക. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, സ്പീഡ് ഓഫ് ലൈറ്റും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുവാണെന്നുണ്ടെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അവിടെ കുറയും. ഇനി ഡിഫറെൻറ്റ് മീഡിയയിൽ കൂടിയുള്ള റിഫ്രാക്ഷൻ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ റിഫ്രാക്ഷൻ നടക്കുമ്പോൾ ആ റിഫ്രാക്റ്റഡ് റേ, അപവർത്തന രശ്മിക്ക് എന്ത് സംഭവിക്കുന്നു? ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. ആ ഡീവിയേഷൻ്റെ റേറ്റ് എങ്ങനെയാണ്? ഡീവിയേഷൻ ഏത് രീതിയിലാണ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. നമ്മളിവിടെ ഒരു സർഫസ് സെപ്പറേഷൻ കൺസിഡർ ചെയ്തു. ഇതൊരു ഫസ്റ്റ് മീഡിയം, ഇതൊരു സെക്കൻഡ് മീഡിയം. ഇവിടുത്തെ ഫസ്റ്റ് മീഡിയത്തിന് ഡെൻസിറ്റി കുറവും സെക്കൻഡ് മീഡിയത്തിന് ഡെൻസിറ്റി കൂടുതലുമാണെന്ന് വിചാരിച്ചു. അതായത് സപ്പോസ് ഇതൊരു ഫസ്റ്റ് മീഡിയം ഒരു എയർ ആണെന്ന് കൺസിഡർ ചെയ്യുക. ഇതൊരു എയർ ആണ്, ഇതൊരു ഗ്ലാസ്സും ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതിനായിരിക്കും ഡെൻസിറ്റി കൂടുതൽ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ ഏതിനായിരിക്കും? ഗ്ലാസ്സിനായിരിക്കുമല്ലോ ഡെൻസിറ്റി കൂടുതൽ. ദെൻ ഒരു റേ ഓഫ് ലൈറ്റ് ഇതുപോലെ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ഒരു റേ ഓഫ് ലൈറ്റ് ഇവിടെ വന്ന് ഇൻസിഡൻറ്റ് ചെയ്തു. ഇവിടെ നോർമലുണ്ട്, മനസ്സിലാവുന്നുണ്ടല്ലോ? നോർമലുണ്ട്. ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ റേ ഇങ്ങനെയാണ് പോകേണ്ടത്. ഈ റേക്ക് അവിടെ ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട് അല്ലേ? ആ റേയുടെ ഡീവിയേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിൽ നിന്നും ഡെൻസിറ്റി കൂടിയ മീഡിയത്തിലേക്കാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിൽ നിന്നും ഡെൻസിറ്റി കൂടിയ മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ റിഫ്രാക്റ്റഡ് റേ, ഇവിടുത്തെ റിഫ്രാക്റ്റഡ് റേ ഈസ് ഡീവിയേഴ്സ് ടുവേർഡ്സ് ദ നോർമൽ, നോർമലിനോട് അടുത്ത് വരും. നോർമൽ ഇതാണല്ലോ, ഈ നോർമലിനോട് അടുത്ത് വരും, ലംബത്തിനോട് അടുത്ത് നിൽക്കും. ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിനെ നമ്മൾ പറയുന്നത് റെയറർ മീഡിയം എന്ന് പറയും കേട്ടോ. റെയറർ മീഡിയം എന്ന് പറയും. ഡെൻസിറ്റി കൂടിയ മീഡിയത്തിനാണെന്നുണ്ടെങ്കിൽ ഡെൻസർ മീഡിയം എന്നും പറയും. മനസ്സിലായല്ലോ? അപ്പോൾ പിന്നെ റേ ഓഫ് ലൈറ്റ് ഈസ് എൻറ്ററിങ് ഫ്രം റെയറർ മീഡിയം ടു ഡെൻസർ മീഡിയം. ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിൽ നിന്നും ഡെൻസിറ്റി കൂടിയ മീഡിയത്തിലേക്ക് വരുമ്പോൾ റിഫ്രാക്റ്റഡ് റേ ഈസ് ഡീവിയേഴ്സ് ടുവേർഡ്സ് നോർമൽ, നോർമലിനോട് അടുത്ത് നിൽക്കും. ദെൻ ഇനി അടുത്ത് ഒരു കൺസിഡർ ചെയ്യുകയാണ്. അതായത് ഇത് മീഡിയം 1 ആണ്, ഇത് മീഡിയം 2 ആണ്. ഇതിപ്പോൾ ഒരു ഗ്ലാസ് ആണെന്ന് വിചാരിച്ചു. ഇത് ഗ്ലാസും ഇത് വേറും ആണെന്ന് വിചാരിച്ചു. ദെൻ ഇവിടെ ഇൻസിഡൻറ്റ് റേ വന്ന് ഫോളോ ചെയ്യുന്നു. ഇവിടുത്തെ നോർമലുണ്ട്. ദെൻ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇതാണ്. അപ്പം ഗ്ലാസ്സിൽ നിന്നും എയറിലേക്കാണല്ലോ, അതായത് ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്നും ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിലേക്ക്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്ത് സംഭവിക്കും? ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്നും ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിലേക്ക് ലൈറ്റ് എൻറ്റർ ചെയ്യുമ്പോൾ ആ റേക്ക്, റിഫ്രാക്റ്റഡ് റേക്ക് അവിടെ ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. ആ ഡീവിയേഷൻ എങ്ങനെയായിരിക്കും? ദാറ്റ് ഈസ് എവേ ഫ്രം ദ നോർമൽ, നോർമലിൽ നിന്നും മാറിയായിരിക്കും ആ റിഫ്രാക്റ്റഡ് റേ പോകുന്നത്. മനസ്സിലായല്ലോ? അപ്പം ദാറ്റ് ഈസ് എ ഡിഫറൻസ്. അപ്പോൾ ഓർത്തിരിക്കുക. അപ്പം ഇതെന്ന് വെച്ചാൽ ഡെൻസർ മീഡിയമാണ്, ഇത് റെയറർ മീഡിയമാണ്. ഡെൻസർ മീഡിയം, റെയറർ മീഡിയം. ഡെൻസർ മീഡിയം എന്ന് വെച്ചാൽ ഡെൻസിറ്റി കൂടിയത്, റെയർ എന്ന് വെച്ചാൽ ഡെൻസിറ്റി കുറവ്. ക്ലിയർ ആയല്ലോ? അപ്പം പിന്നെ റേ ഓഫ് ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം അല്ലെങ്കിൽ എൻറ്ററിങ് ഫ്രം റെയറർ മീഡിയം ടു ഡെൻസർ മീഡിയം. ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിൽ നിന്നും ഡെൻസിറ്റി കൂടിയ മീഡിയത്തിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ദാറ്റ് ഈസ് റിഫ്രാക്റ്റഡ് റേ ഈസ് ഡീവിയേഴ്സ് ടുവേർഡ്സ് ദ നോർമൽ, നോർമലിനോട് അടുത്ത് നിൽക്കുന്നു. ദെൻ ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്ക്, ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്നും ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എന്താണ് അവിടെ സംഭവിക്കുന്നത്? റിഫ്രാക്റ്റഡ് റേ ഈസ് ഡീവിയേഴ്സ് എവേ ഫ്രം ദ നോർമൽ. റിഫ്രാക്റ്റഡ് റേ നോർമലിൽ നിന്നും ലംബത്തിൽ നിന്നും അകന്നു നിൽക്കും. അപവർത്തന രശ്മി ആ ലംബത്തിൽ നിന്നും അകന്നു നിൽക്കും, ഡെൻസിറ്റി കൂടിയതിൽ നിന്നും ഡെൻസിറ്റി കുറഞ്ഞതിലേക്ക് വരുമ്പോൾ. ഇനി ഇവിടെ വേറൊരു കാര്യം കൂടെ ഓർക്കുന്നുണ്ട്. ഇത് ഏത് ആംഗിളാണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലേ, പതനകോണ്. ദെൻ ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, അപവർത്തന കോണ്. അതുപോലെ തന്നെ ഈ നോർമൽ, ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും അതുപോലെ തന്നെ ഈ നോർമൽ ഉണ്ടല്ലോ, ഈ നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്, ഈ വന്ന് വീഴുന്ന ഇവിടെ ഉണ്ടാകുന്ന ആ പോയിന്റിലുള്ള ആ നോർമൽ ഉണ്ടല്ലോ, അത് മൂന്നും ഒരേ പ്ലെയിനിലായിരിക്കും. ഇത് മൂന്നും ഒരേ പ്ലെയിനിലായിരിക്കും. ദാറ്റ് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആൻഡ് ദ നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആർ ഇൻ ദ സെയിം പ്ലെയിൻ. ഇത് മൂന്ന് കാര്യങ്ങൾ ഈ ഒരു കേസിൽ ഓർത്തിരിക്കുക. ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറൊരു കാര്യങ്ങൾ ഓർത്തിരിക്കാനുണ്ട്. അതായത് ഒരു റേ ഓഫ് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന്, ഇത് ഫസ്റ്റ് മീഡിയം, ഇത് സെക്കൻഡ് മീഡിയം, നോർമലി ആയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് വന്ന് വീഴുവാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ നേരെ വന്നിങ്ങനെ വീഴുവാണെന്നുണ്ടെങ്കിൽ അതിന് ഡീവിയേഷൻ ഒന്നും സംഭവിക്കുന്നില്ല, അത് നേരെ തന്നെ ഇങ്ങനെ പോകും.
മനസ്സിലായല്ലോ? അതായത് ഒരു റേ ഓഫ് ലൈറ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് നേരെ നോർമലി വന്ന് വീഴുവാണെന്നുണ്ടെങ്കിൽ ആ റേക്ക് അവിടെ ഡീവിയേഷൻ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ അതും ഈ കൂട്ടത്തിൽ ഓർത്തിരിക്കുക. ഇനി നമുക്ക് റേ ഓഫ് ലൈറ്റ് ഒരു ഗ്ലാസ് പ്രിസത്തിൽ കൂടെ പോകുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ റേ ഓഫ് ലൈറ്റ്, അതായത് AB എന്ന് പറഞ്ഞിരിക്കുന്ന റേ ഓഫ് ലൈറ്റ് ഒരു ഗ്ലാസ് പ്രിസത്തിൽ കൂടെ പാസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ പാസ് ചെയ്ത് പോകുമ്പോൾ അതിന് ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. ഇപ്പം ഇത് എയർ ആണ്, ഇത് ഗ്ലാസ് ആകുമ്പോൾ അവിടെ മീഡിയം ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം മീഡിയം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് അവിടെ ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. ഇതാണ് നോർമൽ. നമ്മൾ കണ്ടു റെയർ ടു ഡെൻസർ ആണെന്നുണ്ടെങ്കിൽ ഡെൻസിറ്റി കുറഞ്ഞു നിന്നും ഡെൻസിറ്റി കൂടുതലേക്കാണെന്നുണ്ടെങ്കിൽ നോർമലിനോട് അടുത്തിരിക്കും. അപ്പോൾ ഈ റേ എങ്ങനെയാണ്? നോർമലിനോട് അടുത്തിരിക്കുന്നു. BC എന്ന് പറഞ്ഞിരിക്കുന്ന റിഫ്രാക്റ്റർ റേ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നോർമലിനോട് അടുത്ത് നിൽക്കുന്നു. ദെൻ അടുത്ത റേ CD എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു റേ നമ്മളിവിടെ കൺസിഡർ ചെയ്തു. ഇതെന്ന് വെച്ചാൽ ഗ്ലാസ് ആണ്, അതായത് ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്നും എയറിലേക്ക് ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിലേക്ക് പോകുമ്പം എവേ ഫ്രം ദ നോർമൽ. അപ്പോൾ നോർമൽ ഇതാണ്. ഈ നോർമലിൽ നിന്നും അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റേ ഓഫ് ലൈറ്റ് പല മീഡിയത്തിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ദിസ് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ലോ ഉണ്ട്, ദാറ്റ് ഈസ് എ ലോസ് ഓഫ് റിഫ്രാക്ഷൻ. ലോസ് ഓഫ് റിഫ്രാക്ഷൻ നമ്മൾ റിഫ്ലക്ഷൻ്റെ കേസിൽ പഠിച്ചായിരുന്നു, അതുപോലെ തന്നെ ലോസ് ഓഫ് റിഫ്രാക്ഷൻ. അപ്പോൾ ഈ ലോസ് ഓഫ് റിഫ്രാക്ഷൻ 2 ലോ ഉണ്ട്. അതിൽ ആദ്യത്തെ ലോ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അതായത് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ദെൻ ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ and the normal at the point of incidence on the surface of separation between two media are in the same plane. നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അതുപോലെ തന്നെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, അതായത് പതന കോണ്, അപവർത്തന കോണ്, അതുപോലെ തന്നെ നോർമൽ, അത് മൂന്നും സെയിം പ്ലെയിനിലായിരിക്കും. ആ സർഫസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണല്ലോ, ഈ പ്രസത്തിൻ്റെ ഈ സൈഡ് ഉണ്ടല്ലോ, അതാണ് അവിടുത്തെ സർഫസ് ഓഫ് സെപ്പറേഷൻ. അപ്പോൾ അത് മൂന്നും സെയിം പ്ലെയിനിലായിരിക്കും. ദെൻ സെക്കൻഡ് ലോ പറഞ്ഞിരിക്കുന്നത് ദ റേഷ്യോ ഓഫ് ദി സൈൻ ഓഫ് ദി angle of incidence to the sine of the angle of refraction is a constant. That constant is known as the refractive index of the medium. That is sine of the angle of incidence to the sine of the angle of refraction. The ratio of the sine of the angle of incidence to the sine of the angle of refraction is a constant. That constant is known as the refractive index on the medium, that is represented by small n. This equation is known as the Snell's law. Snell's law. ഇത് ചോദിക്കാനുണ്ടോ? ചിലപ്പോൾ സ്നെൽസ് ലോ എന്ന് മാത്രമായിട്ട് ചോദിക്കാനോ അല്ലെങ്കിൽ ലോസ് ഓഫ് റിഫ്രാക്ഷൻ എന്നും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, ദ റേഷ്യോ ഓഫ് ദി സൈൻ ഓഫ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദ സൈൻ ഓഫ് ദി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ്. ദാറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് നോൺ ആസ് എ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. That constant n is known as the refractive index of the medium. അപ്പോൾ ഓർത്തിരിക്കുക, Snell's law, that is the ratio of the sine of the angle of incidence to the sine of the angle of refraction is a constant. That constant is represented by a letter n. That constant is known as the refractive index. അപവർത്തനാങ്കം എന്ന് മലയാളത്തിൽ പറയും. അപവർത്തനാങ്കം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇനി ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും സ്പീഡ് ഓഫ് ലൈറ്റ് തമ്മിൽ റിലേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രസ്സാണ് തന്നിരിക്കുന്നതെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് സ്നെൽസ് ലോ ഉണ്ട്. ഇനി അതല്ല, ലൈറ്റിൻ്റെ സ്പീഡാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏത് മീഡിയത്തിൻ്റെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ എഴുതാം. സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ ടേംസിൽ എഴുതുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് in air divided by speed of light in medium. ഇത് ചെയ്താലും ഈ റേഷ്യോ ചെയ്താലും നമുക്ക് ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും സ്പീഡ് ഓഫ് ലൈറ്റ് തമ്മിൽ റിലേഷൻ ഉണ്ട്. അപവർത്തനാങ്കവും ലൈറ്റിൻ്റെ വേഗതയും തമ്മിൽ റിലേഷനാണ്. ദാറ്റ് ഈസ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ. എയറിലുള്ള വായുവിലുള്ള ലൈറ്റിൻ്റെ സ്പീഡ് ഡിവൈഡ് ബൈ ഏതാണോ മീഡിയം, ആ മീഡിയത്തിലുള്ള ലൈറ്റിൻ്റെ സ്പീഡ്. അതിൻ്റെ റേഷ്യോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഏത് മീഡിയത്തിനാണോ ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ദാറ്റ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ഇനി വേറെ ടേമാണ്, ദാറ്റ് ഈസ് ദ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്.
റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് എ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വൺ മീഡിയം വിത്ത് റെസ്പെക്ട് ടു അനദർ മീഡിയം. ദാറ്റ് ഈസ് എ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതായത് ഒരു മാധ്യമത്തിന് മറ്റൊരു മാധ്യമത്തെ അപേക്ഷിച്ചിട്ടുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ദാറ്റ് ഈസ് നോൺ ആസ് എ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ ആപേക്ഷിക അപവർത്തനാങ്കം ദാറ്റ് ഈസ് നോൺ ആസ് എ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ദെൻ വേറൊരു ടേം കൂടി ഉണ്ട് ദാറ്റ് ഈസ് എ ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അത് വാക്വവുമായിട്ട് റിലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാക്വത്തെ അപേക്ഷിച്ച് ഒരു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ പറയുന്നതാണ് ദാറ്റ് ഈസ് എ ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. That is the refractive index of a medium with respect to vacuum. That is known as a absolute refractive index. അതായത് ശൂന്യതയെ അപേക്ഷിച്ച് ശൂന്യതയെ അപേക്ഷിച്ച് മറ്റൊരു മാധ്യമത്തിനുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ പറയുന്നതാണ് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ കേവല അപവർത്തനാങ്കം ദാറ്റ് ഈസ് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇനി എയറിലുള്ള സ്പീഡ് ഓഫ് ലൈറ്റിനെ നമ്മൾ വാക്വത്തിലുള്ള സ്പീഡ് ഓഫ് ലൈറ്റുമായിട്ട് കൺസിഡർ ചെയ്യുവാണ്. അപ്പോൾ അതിനെ നമ്മൾ സി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുവാണ്. എയറിലുള്ളതും വാക്വത്തിലുള്ളതും സ്പീഡ് ഓഫ് ലൈറ്റിനെ നമ്മൾ ഒരുപോലെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു മീഡിയം ഏതാണ് ഒരു മീഡിയം ആ മീഡിയത്തിലുള്ള സ്പീഡ് ഓഫ് ലൈറ്റിനെ നമ്മൾ വി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എഴുതാം. ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നും പറയാറുണ്ട്. ജനറലായിട്ട് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് തന്നെയാണ് പറയുന്നത്. ദാറ്റ് ഈസ് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ഇത് തന്നെ എയറിലെയും വാക്വത്തിലെയും സ്പീഡ് ഓഫ് ലൈറ്റിനെ ഒരുപോലെയായിട്ട് കൺസിഡർ ചെയ്തു. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാൻ സാധിക്കും സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം എന്ന് പറഞ്ഞിരിക്കുന്നത് സി ആണ്. ദെൻ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം എന്ന് പറഞ്ഞിരിക്കുന്നത് വി ആണ്. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് ഇങ്ങനെ എഴുതാം എൻ ഈസ് ഈക്വൽ ടു സി ബൈ വി. ഇത് ഉപയോഗിച്ചിട്ട് പ്രോബ്ലം ഒക്കെ ചോദിക്കാറുണ്ട്. ചിലപ്പം നമുക്കറിയാം എയറിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് എയർ അല്ലെങ്കിൽ വാക്വം. അത് തന്നിട്ടുണ്ട്. ദെൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചിലപ്പോൾ തരും. അപ്പോൾ നമുക്ക് ഈ ഏതാണോ മീഡിയം ആ മീഡിയത്തിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ വി നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം ഈ ഇക്വേഷനൊക്കെ നമ്മൾ റീഅറേഞ്ച് ചെയ്തിട്ട് ഇത് ഉപയോഗിച്ചിട്ട് പ്രോബ്ലംസും ചോദിച്ച് കാണാറുണ്ട്. നെക്സ്റ്റ് ഈസ് എ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തര പ്രതിപതനം. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പറഞ്ഞു ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ ഡീവിയേഷൻ അല്ലെങ്കിൽ റിഫ്രാക്ഷൻ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്നും ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നു. അവർക്ക് ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയമാണ്. ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്നും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്നും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒരു പ്രത്യേക ഒരു പതന കോൺ വന്നു കഴിയുമ്പോൾ അവിടുത്തെ റിഫ്രാക്ഷൻ അതായത് ആ റിഫ്രാക്റ്റഡ് ആംഗിൾ ഉണ്ടല്ലോ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവും. മനസ്സിലാവുന്നല്ലോ. അതായത് ഒരു റേ ഓഫ് ലൈറ്റ് ഇപ്പം ഇതൊരു മീഡിയം ഫസ്റ്റ് മീഡിയം ഇതൊരു സെക്കൻഡ് മീഡിയം ഇത് ഡെൻസിറ്റി കൂടിയ മീഡിയമാണ് ഇതൊരു ഡെൻസർ മീഡിയം ദെൻ ഇതൊരു റെയറർ മീഡിയം. അപ്പോൾ ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്ക് ലൈറ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നു. ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്നും ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിൽ ഇത് ഇങ്ങനെ ട്രാവൽ ചെയ്യുവാണിത് നോർമലുണ്ട്. അപ്പോൾ നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ഇതാണല്ലോ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പം റേ ഓഫ് ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എവേ ഫ്രം ദ നോർമലിൽ നിന്നും ഇങ്ങനെ അകന്നു പോകും. നോർമലിൽ നിന്ന് അകന്നു വരിക്കും. അപ്പോൾ ഇതായിരുന്നു ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ അകന്നു പോയി ഇങ്ങനെ അകന്നു പോകുന്നു. നമ്മൾ പിന്നെയും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയും നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടി ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൻ്റെ വാല്യൂ കൂട്ടുവാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് അവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും എങ്ങനെയാണ് കൂടും. നോർമലിൽ നിന്ന് അകന്നു വന്ന് വരുമല്ലോ. അപ്പം ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഒരു കൂടിക്കൊണ്ടിരിക്കും. ദെൻ പിന്നെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വന്നു കഴിയുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ കൂട്ടിക്കൊണ്ടിരുന്നു. ഒരു പ്രത്യേക ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വന്നു കഴിയുമ്പോൾ ഈ ഇതേത് റേ ആണ് റിഫ്രാക്റ്റർ റേ ഉണ്ടല്ലോ ആ റിഫ്രാക്റ്റർ റേ ഈ സർഫസ് ഓഫ് സെപ്പറേഷന് നേരെ വരും.
ഇങ്ങനെ സർഫസ് ഓഫ് സെപ്പറേഷന് നേരെ വരും. അതായത് അപ്പോൾ അവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയാണ്? ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയായി? 90 ഡിഗ്രി ആയി. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് 90 ഡിഗ്രി ആയി. ഒരു പ്രത്യേക ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരുമ്പോൾ എന്താണ് അവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവും, അല്ലെങ്കിൽ അവിടുത്തെ റിഫ്രാക്റ്ററുടെ ഈ സർഫസ് ഓഫ് സെപ്പറേഷന് നേരെയാവും. ക്ലിയർ ആയല്ലോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഏത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ വന്നപ്പോഴാണോ ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയത്, ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ നമ്മൾ പറയുന്നതാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ ആംഗിൾ മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒരു പർട്ടിക്കുലർ ആംഗിൾ ആകുമ്പോൾ അവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവും. അപ്പോൾ ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ പറയുന്നതാണ് ദാറ്റ് ഈസ് എ ക്രിട്ടിക്കൽ ആംഗിൾ. മനസ്സിലായല്ലോ? അപ്പം റേ ഓഫ് ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുന്നു. ഡെൻസർ ടു റെയറർ മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ദെൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ബിക്കംസ് 90 ഡിഗ്രി. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ദാറ്റ് ഈസ് നോൺ ആസ് എ ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയും. ക്ലിയർ ആയല്ലോ? ദെൻ ഇനി പിന്നെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിക്കൊണ്ടിരിക്കുക. അതായത് ഈ ക്രിട്ടിക്കൽ ആംഗിൾ നമ്മൾ വന്നു, പിന്നെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതായത് ഈ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ റിഫ്രാക്റ്റർ റേ ഉണ്ടല്ലോ, ഈ റിഫ്രാക്റ്റർ റേ നേരെ തിരിച്ച് എന്താണ് സെയിം മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യും. ഈ റേ ഓഫ് ലൈറ്റ്, അതായത് ഈ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി ആണ്, അതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടുവാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ റേ നേരെ തിരിച്ച് സെയിം മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യും. ദാറ്റ് ഫിനോമിന ഈസ് നോൺ ആസ് എ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ദാറ്റ് ഈസ് വെൻ എ റേ ഓഫ് ലൈറ്റ് ഈസ് പാസസ് ഫ്രം എ ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ടു എ ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അറ്റ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ, ദ റേ ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ സെയിം മീഡിയം വിത്തൗട്ട് അണ്ടർഗോയിങ് റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ ഒന്നും സംഭവിക്കാതെ ആ റേ ഓഫ് ലൈറ്റ് തിരിച്ച് സെയിം മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് വരും. ദാറ്റ് ഈസ് നോൺ ആസ് എ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ ഇവിടെ വാട്ടറും എയറും വന്നു ചോദിച്ചാൽ ഇതൊരു വാട്ടറാണ്, ദെൻ ഇത് എയറും ആണെന്നുണ്ടെങ്കിൽ ഈ വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഈ 90 ഡിഗ്രി ആവുന്ന ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞിരിക്കുന്നത് 48.6 ആണ്. വാട്ടറിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 48.6 ആണ്. അപ്പം ഇവിടുത്തെ ഇത് ഒരു 48, സപ്പോസ് ഇതൊരു 48.6 ഡിഗ്രി ആണെന്ന് വിചാരിച്ചു. അപ്പോൾ 48.6 ഡിഗ്രി ആകുമ്പോൾ ഇത് 90 ഡിഗ്രി ആയി. പിന്നെ നമ്മളത് കൂട്ടുവാണ്. 48 കഴിഞ്ഞൊരു 50 ഇട്ട് ഇത് ഇത്ര ഒരു 50 ഇതും കൂടെ വരുമ്പോൾ ഒരു 50 ഡിഗ്രി ആണെന്ന് ചോദിച്ചു. അപ്പോൾ 50 ഡിഗ്രി ആയപ്പോൾ എന്ത് സംഭവിച്ചു? വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം വാട്ടറിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 48.6 ആണ്. അപ്പം അതിനേക്കാൾ കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? അത് നേരെ തിരിച്ച് സെയിം മീഡിയത്തിലേക്ക് തന്നെ വന്നു. ദാറ്റ് ഈസ് എ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തര പ്രതിപതനം. ഇനി ഇവിടെ ഗ്ലാസ് വെയറും ആണെന്നുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞിരുന്നത് 42 ഡിഗ്രിയാണ്. ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ 42 ഡിഗ്രിയാണ്. 42 ഡിഗ്രി ആകുമ്പോൾ ഇവിടെ ഇത് നേരെ സർഫസ് സെപ്പറേഷൻ നേരെ വരും. ഇതിനേക്കാളും കൂടുതൽ വരുവാണെന്നുണ്ടെങ്കിൽ അത് നേരെ തിരിച്ച് എന്താണ് സെയിം മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു വരും ഗ്ലാസിൻ്റെ കേസിൽ. അപ്പോൾ ഗ്ലാസിനാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ക്രിട്ടിക്കൽ ആംഗിൾ 42 ഡിഗ്രിയാണ്, വാട്ടറിനാണെന്നുണ്ടെങ്കിൽ 48.6 ഡിഗ്രി. ഇനി ഈ ടോട്ടൽ ലൈൻ റിഫ്ലക്ഷൻ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. പ്രധാനമായിട്ടും മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്നുണ്ട്. എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യാൻ ഈ ടോട്ടൽ ലൈൻ റിഫ്ലക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ഒക്കെ ഇല്ല, അപ്പോൾ അവിടെയൊക്കെ ഈ ടോട്ടൽ ലൈൻ റിഫ്ലക്ഷൻ ആണ്. പിന്നെ ക്യാമറാസിൽ ഉപയോഗിക്കുന്നുണ്ട്, പ്രിസമേ, അതുപോലെ തന്നെ ബൈനോക്കുലേഴ്സിൽ ഇതൊക്കെ ടോട്ടൽ ലൈൻ റിഫ്ലക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡയമണ്ട് ഉണ്ടല്ലോ, ഡയമണ്ടിൻ്റെ ബ്രില്യൻസ്, ഡയമണ്ടിൻ്റെ ആ തിളക്കം ഉണ്ടല്ലോ, ആ തിളക്കത്തിന് കാരണം ഈ ടോട്ടലിൻ്റെ ആണ് റിഫ്ലക്ഷൻ ആണ്. പിന്നെ നിങ്ങൾ മിറാഷ് എന്ന് പറഞ്ഞൊരു പ്രതിഭാസമുണ്ട്. അതായത് നിങ്ങൾ സമ്മർ സീസണിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, റോഡിലൊക്കെ നമ്മൾ ദൂരെ നിന്ന് നോക്കുകയാണെങ്കിൽ റോഡിലൊക്കെ വെള്ളം കിടക്കുന്ന പോലെ കാണാറുണ്ട്. അതൊരു ഇലൂഷനാണ്. അപ്പം അതിനും കാരണം ഈ ടോട്ടലിൻ്റെ ആണ് റിഫ്ലക്ഷൻ ആണ്. അതിന് പറയുന്ന പേര് മിറാഷ് എന്നാണ് പറയുന്നത്. മിറാഷ്, ദാറ്റ് ഈസ് ഓൾസോ ഡ്യൂ ടു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. നെക്സ്റ്റ് ഈസ് എ ലെൻസ്. ലെൻസ് എന്ന് പറഞ്ഞൊരു ട്രാൻസ്പെറൻറ്റ് മീഡിയമാണ്, സ്പെറിക്കൽ സർഫസ് ഉള്ള ട്രാൻസ്പെറൻറ്റ് മീഡിയമാണ് ലെൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ട് തരത്തിലുള്ള ലെൻസ് ഉണ്ട്, കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ്. കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ബൾജായിട്ടിരിക്കും, സെൻട്രലിൽ ബൾജായിട്ടും രണ്ട് എൻഡിലും വീതി കുറഞ്ഞിരിക്കും. അതാണ് കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഭാഗത്ത് തിന്നായിട്ടിരിക്കും, രണ്ട് എൻഡിലും ഇച്ചിരി വീതി കൂടിയിരിക്കും. അതാണ് കോൺകേവ് ലെൻസ്.
അപ്പം ദിസ് ഈസ് എ കോൺവെക്സ് ലെൻസ്, ദിസ് ഈസ് എ കോൺകേവ് ലെൻസ്. അപ്പോൾ നമ്മൾ മിററിൻ്റെ കാര്യത്തിൽ പഠിച്ച പോലെ തന്നെ ഇതിൽ നമുക്ക് പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ട്. ഇതിങ്ങനെ പ്രിൻസിപ്പൽ ആക്സിസ് ഇത് ഇവിടുത്തെ ഒപ്റ്റിക് സെൻറ്റർ ആണ്. ഒപ്റ്റിക് സെൻറ്ററിന് നമ്മൾ P വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. കോൺകേവിനും കോൺവെക്സിനും ഇതുപോലെ തന്നെയാണ് പ്രിൻസിപ്പൽ ആക്സിസ്, ഒപ്റ്റിക് സെൻറ്റർ ഇതൊക്കെയുണ്ട്. ഇവിടെ കുറേ റേസ് ഇങ്ങനെ പാരലായിട്ട് ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് കുറേ റേസ് വന്നിട്ട് ഈ ലെൻസിലേക്ക് വീഴുവാണ്. ലെൻസിലേക്ക് വീഴുമ്പോൾ എന്ത് സംഭവിക്കും? അതിന് റിഫ്രാക്ഷൻ സംഭവിക്കുമല്ലോ. ഈ റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് ഈ റേസ് ഓഫ് ലൈറ്റ് എല്ലാം ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്യും. ഇങ്ങനെ കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ ഇതിങ്ങനെ എല്ലാം കൂടെ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് കൺവേർജ് ചെയ്യും. എല്ലാം കൂടെ ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്തിരിക്കും. ആ പോയിൻ്റാണ് ഫോക്കസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലല്ലോ? അപ്പം കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ പാരലായിട്ട് ബീം ഓഫ് ലൈറ്റ് വന്ന് ലെൻസിലേക്ക് വീഴുവാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ ദേ വിൽ കൺവേർജ് ടു എ പോയിന്റ്. ദാറ്റ് പോയിന്റ് ഈസ് നോൺ ആസ് എ പ്രിൻസിപ്പൽ ഫോക്കസ്. ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ ഇവിടെ കോൺകേവ് ലെൻസിനുണ്ട് ഇങ്ങനെ പാരലായിട്ട് റേസ് വന്ന് വീഴുവാണ്. ഇങ്ങനെ റേസ് വന്ന് വീണു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. ഈ കോൺകേവ് ലെൻസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ റിഫ്രാക്ഷൻ നടന്നു കഴിയുമ്പോൾ അതെല്ലാം കൂടെ ഡൈവേർജ് ചെയ്ത് പോകും. ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോകും, അകന്നു പോകും. ഓരോ റേസ് ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് ഇങ്ങനെ അകന്ന് പോകും. മനസ്സിലായില്ല? ഇവിടെ എന്ന് വെച്ചാൽ കൂടിച്ചേരും, എല്ലാ റേസും കൂടെ ഇങ്ങനെ കൂടിച്ചേരുവാണ് ചെയ്തത്. ഇവിടെ റിഫ്രാക്ഷൻ സംഭവിച്ചു കഴിയുമ്പോൾ അതെല്ലാം കൂടെ അകന്നു പോകും, ഡൈവേർജ് ചെയ്ത് പോകും. അപ്പോൾ ഈ ഡൈവേർജ് ചെയ്ത് പോകുന്നത് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഇതെല്ലാം ഒരു പോയിന്റിൽ നിന്നാണ് ഇങ്ങനെ വരുന്നതെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അപ്പം ആ പോയിന്റിനെ പറയുന്നതാണ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയും. പ്രിൻസിപ്പൽ ഫോക്കസ്. ക്ലിയർ ആയല്ലോ? അപ്പം കോൺവെക്സ് ലെൻസിലാണെന്നുണ്ടെങ്കിൽ കോൺവെക്സ് ലെൻസിന് വേറെ പേരുണ്ട്, കൺവേർജിങ് ലെൻസ് എന്നും പറയാറുണ്ട്. എല്ലാം കൂടെ കൺവേർജ് ചെയ്ത് ഒരു പോയിന്റിലേക്ക് വരുന്നു. അതുപോലെ തന്നെ കോൺകേവ് ലെൻസ് നമ്മൾ ഡൈവേർജിങ് ലെൻസ് എന്ന് പറയാറുണ്ട്. അത് ഇങ്ങനെ അകന്നു പോവുക, ഡൈവേർജ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ, ഇവിടെ കോൺവെക്സ് ലെൻസിലാണെങ്കിൽ എല്ലാം കൂടെ കൺവേർജ് ചെയ്ത് ഒരു പോയിന്റിലേക്ക് വരുമല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞിരിക്കുന്നത് റിയൽ ആയിരിക്കും. അതേസമയം ഇവിടെ നമ്മൾ ഡൈവേർജ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്, നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഒരു പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞിരിക്കുന്നത് വെർച്വലും ആയിരിക്കും. കോൺകേവിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് വെർച്വലും ആയിരിക്കും. ദെൻ കോൺവെക്സ് ലെൻസിനെ ആണെന്നുണ്ടെങ്കിൽ അത് റിയലും ആയിരിക്കും. ഇനി നമ്മൾ മിററിൻ്റെ കാര്യത്തിൽ പഠിച്ച പോലെ തന്നെ ഈ ലെൻസിനും റേ ഡയഗ്രം ഉണ്ട്. അപ്പോൾ റേ ഡയഗ്രം വരയ്ക്കുന്നതിന് ഇവിടെ നമ്മൾ 3 റൂളുകളുണ്ട്. ആ 3 റൂളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ കോൺവെക്സ് ലെൻസിനെ നോക്കാം. കോൺവെക്സ് ലെൻസ് നമ്മൾ കൺസിഡർ ചെയ്തു. ദെൻ പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു. ഇത് ഒപ്റ്റിക് സെൻറ്റർ ആണ്. ഇവിടെ നമ്മളൊരു ഫോക്കസ് F1 എന്ന് പറഞ്ഞൊരു പോയിന്റ് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ അതേ സെയിം ഡിസ്റ്റൻസിലേക്ക് വേറൊരു ഫോക്കസ് 2F1 എന്ന് എടുക്കുക. ഈ റൈറ്റ് സൈഡിലുള്ളതിനെ നമ്മൾ F2 എന്നും അതുപോലെ തന്നെ 2F2 എന്നും നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 3 റൂളുകൾ നോക്കാം. ആദ്യത്തെ റൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു റേ ഓഫ് ലൈറ്റ് ഈ ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ റേ ഓഫ് ലൈറ്റ് പാസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഡീവിയേഷനൊന്നും സംഭവിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? കോൺവെക്സിലാണെന്നുണ്ടെങ്കിലും കോൺകേവിലാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ വരയ്ക്കുകയാണ്. കോൺകേവിൻ്റെ കേസിലാണെങ്കിൽ ഇതിവിടെ ഒപ്റ്റിക് സെൻറ്റർ ഉണ്ട്. ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ റേ ഓഫ് ലൈറ്റ് പാസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഡീവിയേഷനൊന്നും സംഭവിക്കുന്നില്ല. ഡീവിയേഷൻ ഒന്നും സംഭവിക്കാതെ പാസ് ചെയ്ത് പോകും കോൺവെക്സിലും കോൺകേവിലും. ദെൻ സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ തന്നെ നമ്മളൊരു കോൺവെക്സ് ലെൻസ് ഇവിടെ കൺസിഡർ ചെയ്യാം. കോൺവെക്സ് ലെൻസ് പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുക, ഒപ്റ്റിക് സെൻറ്റർ ഇതെല്ലാം കൃത്യമായിട്ട് അടയാളപ്പെടുത്തണം കേട്ടോ. ഫോക്കസ് F1, ഇവിടെ 2F1, ഇവിടെ F2, ദെൻ 2F2 ഇങ്ങനെ അടയാളപ്പെടുത്തുക. ഇനി ഒരു റേ ഓഫ് ലൈറ്റ് ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വന്ന് ലെൻസിലേക്ക് വന്ന് വീഴുകയാണ്. പാരലായിട്ട് വന്ന് ലെൻസിലേക്ക് വന്ന് വീഴുവാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ ദാറ്റ് വിൽ പാസ് ത്രൂ എ ഫോക്കസ്. ഈ F2 എന്ന് പറഞ്ഞിരിക്കുന്ന ഫോക്കസിൽ കൂടെ അത് പാസ് ചെയ്ത് പോകും. മനസ്സിലായല്ലോ? കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ. ക്ലിയർ ആയല്ലോ? അപ്പം പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ഒരു റേ ഓഫ് ലൈറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ റിഫ്രാക്ഷന് ശേഷം അത് ഫോക്കസിൽ കൂടെ പാസ് ചെയ്ത് പോകും. ഇതുപോലെ തന്നെ കോൺകേവ് ലെൻസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് വരയ്ക്കാം. ഒപ്റ്റിക് സെൻറ്റർ ഉണ്ട്. ഇവിടെ F1, 2F1, F2, 2F2. അതുപോലെ തന്നെ പാരലായിട്ട് ഒരു റേ ഓഫ് ലൈറ്റ് വന്ന് വീഴുവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ പറഞ്ഞു ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ടല്ലോ. ഇതിങ്ങനെ ഡൈവേർജ് ചെയ്ത് പോകുന്നുണ്ട്. ഡീവിയേറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഡൈവേർജ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ അത് ഒറിജിനേറ്റ് ചെയ്യുന്ന എവിടെ നിന്നാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്? ഈ ഫോക്കസിൽ നിന്നാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതാണ് സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് തേർഡ് റൂൾ നോക്കാം. ഇവിടെ ഒരു കോൺവെക്സ് ലെൻസ് വരച്ചിട്ടുണ്ട്. ഒരു റേ ഓഫ് ലൈറ്റ് ഈ ഫോക്കസിൽ കൂടെ വന്ന് ലെൻസിലേക്ക് വന്ന് വീഴുവാന്ന് വിചാരിച്ചു. ഈ ഫോക്കസിൽ കൂടെ വന്ന് ലെൻസിലേക്ക് വന്ന് വീഴുവാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ
റിഫ്രാക്ഷന് ശേഷം അത് ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ഇങ്ങനെ പോകും. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകും. അതാണ് തേർഡ് റൂൾ. ഒരു റേ ഓഫ് ലൈറ്റ് ഫോക്കസിൽ കൂടെ വന്ന് ലെൻസിലേക്ക് വന്ന് വീഴുവാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ റിഫ്രാക്ഷന് ശേഷം അത് ദാറ്റ് ഈസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പാസ് ചെയ്യും. ഇവിടെ കോൺകേവിൻ്റെ കേസിലും ഇതുപോലെ തന്നെ നമുക്ക് വരയ്ക്കാം. കോൺകേവ് ലെൻസിൻ്റെ കേസിലും ഇതുപോലെ തന്നെ ഒപ്റ്റിക് സെൻറ്റർ ഉണ്ട്. ഇവിടെ F2 2 F2 F1 2 F1 ഇതുപോലെ തന്നെ ഒരു റേ ഓഫ് ലൈറ്റ് ഫോക്കസിലേക്ക് വരത്തക്ക രീതിയിൽ ഇങ്ങനെ ഫോക്കസിലേക്ക് വരും. ഇങ്ങനെ ഫോക്കസിലേക്ക് നമ്മൾ അസ്യൂം ചെയ്യണല്ലോ ഫോക്കസിലേക്ക് വരുന്നുള്ളൂ. അപ്പം ഇവിടെ വന്നു കഴിയുമ്പോൾ അത് ഡീവിയേറ്റ് ചെയ്ത് ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ഇങ്ങനെ പോകും. റേ ഓഫ് ലൈറ്റ് കോൺകേവിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ രീതിയിലായിരിക്കും അവിടെ പോകുന്നത്. അപ്പം ഈ 3 റൂളുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റേ ഡയഗ്രം വരയ്ക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഒരു ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ റേ ഓഫ് ലൈറ്റ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിന് ഡീവിയേഷൻ ഒന്നും സംഭവിക്കുന്നില്ല. ദെൻ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടാണെന്നുണ്ടെങ്കിൽ അത് റിഫ്രാക്ഷന് ശേഷം ഫോക്കസിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നു. ദെൻ ഒരു റേ ഓഫ് ലൈറ്റ് ഫോക്കസിൽ കൂടെ വന്നിട്ട് ലെൻസിലേക്ക് വീഴുവാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ ദെൻ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ ഈ 3 റൂളുകൾ ഉപയോഗിച്ച് നമുക്ക് റേ ഡയഗ്രം വരയ്ക്കാൻ സാധിക്കും. ഇവിടെ ഓരോ പൊസിഷനിൽ ഇരിക്കുന്നത് 2F1 ബിയോണ്ട് ആയിട്ടിരിക്കും, 2F1 അതുപോലെ തന്നെ ബിറ്റ്വീൻ 2F1 F1 അതുപോലെ തന്നെ F1 ഇരിക്കുന്നുണ്ട്. ദെൻ ബിറ്റ്വീൻ F1 ആൻഡ് P അങ്ങനെ ഓരോ പൊസിഷനിലും ഇരിക്കുമ്പോൾ അവിടെ ഇമേജ് ഉണ്ടാകുന്നുണ്ട്. ആ ഇമേജിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ ഓരോ പൊസിഷനിൽ ഒബ്ജക്റ്റ് ഇരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇമേജിൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. അതായത് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റിയിലാണെന്നുണ്ടെങ്കിൽ പൊസിഷൻ ഓഫ് ദി ഇമേജ് അറ്റ് ഫോക്കസിലായിരിക്കും, അതായത് F2 അത് ഹൈലി ഡിമിനിഷ്ഡ് ആണ്, അതായത് പോയിൻ്റ് സൈസ് ആണ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ദെൻ ബിയോണ്ട് 2F1 ആണെന്നുണ്ടെങ്കിൽ പൊസിഷൻ ഓഫ് ദി ഇമേജ് ബിറ്റ്വീൻ F2 ആൻഡ് 2F2 ആയിരിക്കും. ദെൻ സൈസ് ഡിമിനിഷ്ഡ് ആണ്, നേച്ചർ എന്ന് പറഞ്ഞിരിക്കുന്ന റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. ദെൻ അറ്റ് 2F1 പൊസിഷൻ ഓഫ് ദി ഇമേജ് അറ്റ് 2F2 സെയിം സൈസ് ആണ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡുമാണ്. ദെൻ ബിറ്റ്വീൻ F1 ആൻഡ് 2F1 ബിയോണ്ട് 2F2 ആയിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്. ദെൻ ഇമേജിൻ്റെ സൈസ് എൻലാർജ്ഡ് ആയിരിക്കും, അതുപോലെ തന്നെ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. ദെൻ അറ്റ് ഫോക്കസ് F1 ഇമേജ് ഉണ്ടാകുന്നത് ഇൻഫിനിറ്റിയിലായിരിക്കും. ദെൻ ഇമേജിൻ്റെ സൈസ് ഇൻഫിനിറ്റ്ലി ലാർജ് ആണ്, അല്ലെങ്കിൽ ഹൈലി എൻലാർജ്ഡ് എന്ന് നമുക്ക് പറയാം. നേച്ചർ എന്ന് പറഞ്ഞിരിക്കുന്ന റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. ദെൻ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ ഫോക്കസ് F1 ആൻഡ് ഒപ്റ്റിക് സെൻറ്റർ, F1 അല്ലെങ്കിൽ ഒപ്റ്റിക് സെൻറ്റർ നമ്മൾ P ആയിട്ടാണ് എടുക്കുന്നത്, ഒപ്റ്റിക് സെൻറ്ററിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഇമേജ് ഉണ്ടാകുന്നത് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദി ലെൻസ് ആസ് ദ ഒബ്ജക്റ്റ് ഇരിക്കുന്നതിൻ്റെ ആ സെയിം സൈഡിൽ തന്നെയായിരിക്കും അവിടെ ഇമേജ് ഉണ്ടാകുന്നത്. ദെൻ അതിൻ്റെ സൈസ് എൻലാർജ്ഡ് ആണ്. ദെൻ നേച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ്. ഇനി കോൺകേവ് ലെൻസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ഇൻഫിനിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഇമേജ് ഉണ്ടാകുന്നത് ഫോക്കസിലായിരിക്കും, അത് ഹൈലി ഡിമിനിഷനാണ്, അതായത് പോയിൻ്റ് സൈസ് ആണ്. നേച്ചർ ഓഫ് ദി ഇമേജ് ഈസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ്. അതുപോലെ തന്നെ ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് ഒപ്റ്റിക് സെൻറ്റർ, ഇൻഫിനിറ്റിക്കും ഒപ്റ്റിക് സെൻറ്ററിനും എവിടെ ഏതൊരു പൊസിഷനിലും ഒബ്ജക്റ്റ് ഇരുന്ന് കഴിഞ്ഞാലും ഇമേജ് ഉണ്ടാകുന്നത് ബിറ്റ്വീൻ ഫോക്കസ് F1 ആൻഡ് ഒപ്റ്റിക് സെൻറ്ററിൻ്റെയും ഫോക്കസിൻ്റെയും ഇടയിലായിട്ടായിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്. അത് വളരെ ചെറുതാണ്, അത് ഡിമിനിഷ്ഡ് ആയിരിക്കും, അതുപോലെ തന്നെ വെർച്വൽ ആൻഡ് ഇറക്റ്റും ആയിരിക്കും. Then lens equation, that is lens equation is given by 1 by f is equal to 1 by v minus 1 by u. That is 1 by f is equal to 1 by v minus 1 by u. F എന്ന് വെച്ചാൽ ഫോക്കൽ ലെന്ത്, v ഇമേജ് ഡിസ്റ്റൻസ്, u എന്ന് പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടും പ്രോബ്ലം ചെയ്യാൻ ചോദിക്കാറുണ്ട്. മിറർ ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ 1 by v പ്ലസ് 1 by u ആണ്. മാറിപ്പോയാൽ ലെൻസ് ഇക്വേഷൻ ആകുമ്പോൾ 1 by v minus 1 by u ആണ് ലെൻസ് ഫോർമുല. ദാറ്റ് ഈസ് 1 by f is equal to 1 by v minus 1 by u. Then ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ റൂൾ, ഇത് നമ്മൾ മിററിൻ്റെ കേസിൽ പഠിച്ച പോലെ തന്നെയാണ് ഇവിടെ ഉണ്ട്. ഇപ്പം കോൺവെക്സ് ലെൻസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിവിടെ കോൺവെക്സ് ലെൻസ്, പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ട്, പ്രിൻസിപ്പൽ ആക്സിസിനെ നമ്മൾ എക്സ് ആക്സ് ആയിട്ട് കൺസിഡർ ചെയ്തു. ദെൻ ഒപ്റ്റിക് സെൻറ്റർ ഉണ്ട്, ഒപ്റ്റിക് സെൻറ്ററിനെ നമ്മൾ ഒറിജിനായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദെൻ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ റീഡിങ്ങിനെയും, അതായത് ഒപ്റ്റിക് സെൻറ്റർ അല്ലെങ്കിൽ ഒറിജിനിൽ നിന്നും ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ റീഡിങ്ങിനെയും നെഗറ്റീവായിട്ടും, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള എല്ലാ റീഡിങ്ങിനെയും നമ്മൾ പോസിറ്റീവായിട്ടും എടുക്കുന്നു. അതുപോലെ തന്നെ
പ്രിൻസിപ്പൽ ആക്സിസ് അതായത് എക്സ് ആക്സിസ്, ഈ എക്സ് ആക്സിനും അപ്വേർഡ് ആയിട്ടുള്ള എല്ലാ റീഡിങ്ങും പോസിറ്റീവും, അതുപോലെ തന്നെ എക്സ് ആക്സിസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിന് ഡൗൺവേർഡ് ആയിട്ടുള്ള എല്ലാ റീഡിങ്ങും ഏതാണ്, ദാറ്റ് ഈസ് നെഗറ്റീവ്. അത് നമ്മൾ നെഗറ്റീവായിട്ട് എടുത്തു. അത് ഉപയോഗിച്ചിട്ടും പ്രോബ്ലം ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പം ദാറ്റ് ഈസ് എ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ റൂൾ. ഓർക്കുക, ഒപ്റ്റിക് സെൻറ്റർ ആണ്. ദെൻ ഒപ്റ്റിക് സെൻറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാം നെഗറ്റീവ്, റൈറ്റ് സൈഡ് പോസിറ്റീവ്. ദെൻ പ്രിൻസിപ്പൽ ആക്സിസിന് അപ്വേർഡ് ആയിട്ടുള്ള പോസിറ്റീവ്, ഡൗൺവേർഡ് ആയിട്ടുള്ള നെഗറ്റീവ്. That is a new Cartesian sign convention rule, and the mirror equation 1/f is equal to 1/v minus 1/u. Then next magnification. Magnification നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എം വെച്ചിട്ടാണ്. മാഗ്നിഫിക്കേഷൻ എം ഈസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് ദി ഹൈറ്റ് ഓഫ് ദി ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് ദി height of the image to the height of the object. That is also is equal to v by u. Ratio of the image distance to the object distance. That is the magnification. Magnification m is equal to hi divided by ho, height of the image divided by height of the object. That also is equal to v by u. That is v is the image distance, u is the object distance. പിന്നെ ഇവിടെ വേറൊരു കാര്യം കൂടെ ഓർത്തിരിക്കുക, മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ, മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് വാല്യൂ ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇമേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന ഇമേജ് മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആവുകയാണെങ്കിൽ. ദെൻ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇമേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് റിയൽ ആൻഡ് ഇൻവേർട്ടഡും ആയിരിക്കും. റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ദറ്റ് ഈസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ്. ഇമേജ് വിൽ ബി വെർച്വൽ ആൻഡ് ഇറക്റ്റ്. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇമേജ് ഈസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. അതുപോലെ തന്നെ കോൺവെക്സ് ലെൻസിനും കോൺകേവ് ലെൻസിനും ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ മാഗ്നിഫൈങ് ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. അതുപോലെ നമ്മുടെ കണ്ണിൻ്റെ ലെൻസ് ഒക്കെ ഉണ്ടല്ലോ, കണ്ണിൻ്റെ ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. അതുപോലെ സ്പെറ്റക്കിൾസ്, കണ്ണടയിലൊക്കെ ഉപയോഗിക്കുന്ന കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നുണ്ട്, ക്യാമറാസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പലവിധ ആപ്ലിക്കേഷൻ കോൺവെക്സ് ലെൻസിനുണ്ട്. അതുപോലെ തന്നെ കോൺകേവ് ലെൻസ്, കണ്ണട ഉണ്ടല്ലോ, നമ്മുടെ കണ്ണടയിലും കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്നുണ്ട്. അത് ഷോർട്ട് സൈറ്റ്നെസ്സിനൊക്കെ കോൺകേവ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ക്യാമറാസിൽ ഉപയോഗിക്കുന്നുണ്ട്. കീ ഹോൾ ഉണ്ടല്ലോ, ഡോറിൻ്റെ ഒക്കെ കീ ഹോൾ, അവിടെയൊക്കെ ഈ കോൺകേവ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഈസ് എ പവർ ഓഫ് എ ലെൻസ്. പവർ ഓഫ് എ ലെൻസ്. Power of a lens is a reciprocal of focal length. Power is a reciprocal of focal length. അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ ആണ് P is equal to 1/f. Power of a lens is a reciprocal of focal length. Then focal length is represented in meter. Focal length ഇവിടെ എടുക്കുന്ന മീറ്ററിലായിരിക്കും നമ്മൾ എടുക്കുന്നത്. Then unit of power is diopter. Unit of power is diopter. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ D വെച്ചിട്ടാണ്. ഇതൊക്കെ ചോദിക്കാണ് കേട്ടോ. യൂണിറ്റ് ഓഫ് പവർ ദാറ്റ് ഈസ് diopter. ലെൻസിൻ്റെ കേസിൽ കേട്ടോ, യൂണിറ്റ് ഓഫ് പവർ ഇൻ ദ കേസ് ഓഫ് ലെൻസ് ദാറ്റ് ഈസ് diopter. പവർ ഈസ് എ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെന്ത്. ഇനി ഈ പവർ എന്ന് പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവ് ആവുകയാണെങ്കിൽ, നമുക്കറിയാം കണ്ണടകളൊക്കെ നമ്മൾ മാറ്റുമ്പോൾ ഡോക്ടേഴ്സിനെ കാണുമ്പോൾ അവർ പ്രിസ്ക്രിപ്ഷൻ എഴുതിയിരിക്കുന്നതാണ്, പോസിറ്റീവ് വാല്യൂ എന്നൊക്കെ എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ ഈ പവർ പോസിറ്റീവ് ആവുന്നത്, അതായത് സപ്പോസ് പ്ലസ് 1.5 D എന്നൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന പവറാണ് കേട്ടോ. അപ്പോൾ ഈ പ്ലസ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ലെൻസിനെയാണ്. ദെൻ ഈ 1.5 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഫോക്കൽ ലെങ്ത് ആണ്. ദെൻ D എന്ന് വെച്ചാൽ അതിൻ്റെ യൂണിറ്റുമാണ്. അപ്പം ഇങ്ങനെ ഈ പ്ലസ് വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്താൽ അത് ഏത് ലെൻസ് ആയിരിക്കും, ദാറ്റ് ഈസ് കോൺവെക്സ് ലെൻസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. കോൺവെക്സ് ലെൻസ് ആയിരിക്കും. പവർ പോസിറ്റീവ് ആവുകയാണെങ്കിൽ കോൺവെക്സ് ലെൻസ് ആണ്. അതുപോലെ തന്നെ പവർ നെഗറ്റീവ് ആവുകയാണെങ്കിൽ, ഇങ്ങനെ നെഗറ്റീവ് വാല്യൂ ഫോക്കൽ ലെന്തും ഒക്കെ തന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് ലെൻസ് ആയിരിക്കും, ദാറ്റ് ഈസ് കോൺകേവ് ലെൻസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പം പവർ പോസിറ്റീവ് ആവുകയാണെങ്കിൽ കോൺവെക്സ് ലെൻസ് ആണ്. പവർ നെഗറ്റീവ് വാല്യൂ ആവുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൺകേവ് ലെൻസ് ആണ്. ക്ലിയർ ആയല്ലോ. അപ്പം പവർ ഓഫ് എ ലെൻസ് ഈസ് എ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് എക്സ്പ്രസ്ഡ് ഇൻ മീറ്റേഴ്സ്. ദെൻ യൂണിറ്റ് ഓഫ് പവർ ഈസ് ഡയോപ്റ്റർ. ദെൻ പവർ ഈസ് പോസിറ്റീവ്, കോൺവെക്സ് ലെൻസ് ഈസ് യൂസ്ഡ്. ദെൻ പവർ ഈസ് നെഗറ്റീവ്, വി ക്യാൻ യൂസ് കോൺകേവ്
lens. Next is the atmospheric refraction. നമുക്കറിയാം അറ്റ്മോസ്ഫിയറിലും റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം അറ്റ്മോസ്ഫിയറിലും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വേരിയേഷൻ ഉണ്ടല്ലോ. അപ്പം ആ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ വേരിയേഷൻ മൂലം ഒരുപാട് റിഫ്രാക്ഷൻ, സക്സസീവ് ആയിട്ടുള്ള ഒരുപാട് റിഫ്രാക്ഷൻ അറ്റ്മോസ്ഫിയറിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ ലൈറ്റിനൊക്കെ ചിലപ്പോൾ നമുക്ക് നല്ല തിളക്കം കാണുന്നില്ല, ട്വിങ്ക്ലിംഗ് എഫക്റ്റ് കാണാറുണ്ട്. അതിന് കാരണം ഈ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷനാണ്. ഈ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ മൂലമാണ് സ്റ്റാർസ് ഒക്കെ ആണെങ്കിലും നമുക്ക് നല്ല തിളങ്ങി കാണാമല്ലോ. സ്റ്റാർസ് നമ്മൾ നോക്കുമ്പോൾ നല്ല തിളക്കത്തിൽ കാണുന്നതിന് കാരണം ഈ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ആണ്. ദാറ്റ് ഈസ് ദ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന ചാപ്റ്ററിലെ ഒരു ക്വിക്ക് റിവിഷനാണ്. നമ്മളിവിടെ മെയിൻ പോയിന്റ്സുകൾ മാത്രമേ ഉള്ളൂ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇന്നിവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. എല്ലാവരും നല്ലതുപോലെ പഠിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്